ഇന്നത്തെ കാലത്തെ പേരൻറ്റിങ് വളരെ ബുദ്ധിമുട്ടാണ്. ഐ മീൻ കുറച്ചുകൂടി ചാലഞ്ചിങ് ആണ് ഇൻ ടേംസ് ഓഫ്, കാരണം നേരത്തെ വീടുകൾക്കുള്ളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ പുറത്തുണ്ടല്ലോ. Yes. What she went through എന്നുള്ളത്, it's her journey, and she's an adult now. As a mother, I want to respect her privacy, and I would not want to maybe say whatever she's gone through, but I will definitely tell you that there is as generalize ചെയ്ത് പറയുന്നത് ഒരു ഇന്നത്തെ കാലത്തെ യങ് അഡൾട്ട്സ് വളരെ വളരെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഐ ഡീൽ വിത്ത് എ ലോട്ട് ഓഫ് യങ് അഡൾട്ട്സ്. അതിപ്പോൾ കുട്ടികളുടെ കൂടെ ആണെങ്കിലും ഐ വർക്ക് വിത്ത് വെരി സ്ട്രോങ് NGOs that works for young adults who go through trauma, and I'm very vocal about it. So because of that, I have a very intimate interactions with most of young children. I just feel that the society is just not being kind with them in a lot of ways, because ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് വിഭാഗം ഉണ്ടല്ലോ. അതായത് നമ്മൾ ആസ് അഡൽട്ട്സും ഉണ്ട്, ആസ് കിഡ്സും ഉണ്ട്, ആസ് സീനിയർ സിറ്റിസൻസും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു മിഡിൽ ഗ്രൗണ്ട് ആയിരിക്കണ്ടേ. അപ്പം അതിനർത്ഥം നറേറ്റീവ്സ് എപ്പോഴും ഈ കുട്ടികളെ കുറിച്ചും ഈ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും എല്ലാം വന്നിരിക്കുന്നതെല്ലാം അഡൾട്ട് നറേറ്റീവ്സ് ആണ്. കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ ട്രോമയും അവരതിനെ എങ്ങനെ കാണുന്നു, ഫേസ് ചെയ്യുന്നു, എൻകൗണ്ടർ ചെയ്യുന്നു, അതിലൂടെ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ സംസാരിക്കുന്ന അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നെറേറ്റീവ് ഇതുവരില്ല. അതുപോലും നമ്മുടെ അഡൾട്ട് നെറേറ്റീവിലാണ് പറയണേ. വി ഫീൽ എൻറ്റൈറ്റിൽഡ് ടു പാസ് comments about it, and this is how it is, but that is not the truth. എൻ്റെ പേഴ്സണൽ ഇൻട്രാക്ഷനിൽ ഞാൻ ഫീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നറേഷൻസ് വരണം, നറേറ്റീവ്സ് വെയർ there are no adults there are only children, and they want to speak and what they want to talk, because they are tomorrow's they are our generation for tomorrow, right? So it is very important that we give them the power right now to speak about, at least have a middle ground, have conversations about it. അപ്പോൾ ഹാവിങ് സെഡ് ദാറ്റ്, രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി മനസ്സിലാക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും ഉള്ളൊരു മിഡിൽ ഗ്രൗണ്ട് ഉണ്ടാവണം എന്ന് പറയുന്നത് ആ കോൺവെർസേഷൻസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. സോ ഈ സൈബർ ബുള്ളിയിങ്ങും അങ്ങനത്തെ സംഭവങ്ങളിലൂടെ കുറേ കുട്ടികൾ അതിജീവിക്കുന്നുണ്ട് കോൺഫിഡൻ്റ്ലി. ദി ഫൈറ്റ് ഇറ്റ്, ബട്ട് ദാറ്റ് മേക്സ് ദം മേ ബി ബിറ്റർ, ഓർ മേക്സ് ദം എ ബെറ്റർ പേഴ്സൺ, ഓർ മേക്സ് ദം എ വേഴ്സ് പേഴ്സൺ. ബട്ട് ആസ് എ സൊസൈറ്റി it is very very sad to see that we are making our children go through all this. So this is like are we getting them support? Are we doing all what is needed to equip them to handle today's society, where there is so much of moral policing and bullying and so much happening through online, physically and virtually, through schools, through peer groups, within the homes, within the so-called papers and circulations and everything. Every time there is a trauma article and an adult narrative of that on paper, this person or this child who has gone through this will immediately get triggered reading it. I'm just trying to say, in all possible ways. I just personally feel that അതിനൊരു കോൺവെർസേഷൻസ് ഇവിടെ കോൺസ്റ്റൻ്റ്ലി നമ്മൾ സൈബർ ബുള്ളിങ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ സൊസൈറ്റി എന്ന രീതിയിൽ കളക്റ്റീവായിട്ട് നമ്മൾ കുട്ടികൾക്ക് അതിനെ നേരിടാൻ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ. ഓൺലൈൻ ഇന്നത്തെ കോവിഡിന് ശേഷം വേർച്വൽ എന്ന് പറയുന്നത്, വേർച്വൽ ക്രൈമിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ. ഐ ഹാവ് പ്രോപ്പർ സ്റ്റാറ്റിസ്റ്റിക്സ് അബൌട്ട് ഇറ്റ്, ബട്ട് ഐ കാൺട്ട് സേ ബിക്കോസ് ഐ കാൺട്ട് ടോക്ക് അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ്, കോൺഫിഡൻഷ്യാലിറ്റി ഇതായതുകൊണ്ട്. ബട്ട് ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ദിസ് ഇസ് ദ സൊസൈറ്റി ട്രോമറ്റൈസിങ് ദ ചൈൽഡ് or these young children. So ivarku vendittu what are we doing? What is it that we are doing for the children? As parents, as teachers, as schools, as institutions, as educational systems, as government systems, are we reaching out to them and telling them that, come, what is it that we can do to help you?
and taking their opinions, taking their information and helping them from their perspective. But we are trying to help them from our perspective because we feel entitled that I understand ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് കോൺസ്റ്റൻറ്റ് ഭയമാണ് നമ്മുടെ ഉള്ളിൽ, അയ്യോ ഇതിലേക്ക് ചെന്ന് അകപ്പെടുമല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുന്ന കോൺവെർസേഷൻസ് എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ മേ ബി ആ ചൈൽഡ് എക്വിപ്ഡ് ആകും അതിനെ ഹാൻഡിൽ ചെയ്യാൻ. എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് നോ പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ ഫോൺ എടുത്ത് മാറ്റും? ആദ്യമൊക്കെ കോവിഡിന് മുന്നേ സ്ക്രീൻ ടൈം ഇല്ലാത്തവർക്ക്, ഫോൺ ഇല്ലാത്തവർക്ക് കോവിഡിന് ശേഷം കംപ്ലീറ്റ്ലി അൺമോണിറ്റേർഡ് സ്ക്രീൻ ടൈമാണ് ഇപ്പോൾ. അപ്പോൾ അതിലൂടെ ആ കുട്ടിക്ക് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും she herself doesn't know how to handle it. But are we teaching them? Are we teaching them why is it that you should not do this? Because this happened. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇവിടെ. കാരണം അതൊക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ ആക്കുന്ന കോൺവെർസേഷൻസ് ആണ്. ഇതിനകത്ത് എപ്പോഴും നമ്മൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വിക്ടിംസിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. വിക്ടിംസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോഴത്തേക്കും ഈ കുട്ടി ഭയക്കുകയാണ്. നാളെ ഈ പറഞ്ഞ പോലെ അഥവാ ഈ കുട്ടിക്ക് എന്തെങ്കിലും സൈബർ ബുള്ളിങ് ഉണ്ടെങ്കിൽ ഷീ ഈസ് ഓൾറെഡി തിങ്കിങ് ഐ എം എ വിക്ടിം, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ് because everyone will bully me down. So to prepare the child, the boy or a girl, saying that this is a society, this is how brutal it is, ഇതൊക്കെ ഇതിൻ്റെ ദൂഷ്യവശങ്ങളാണ്, ഇതിലേക്ക് അകപ്പെട്ട് നിങ്ങൾ പോവരുത്, അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കൊരു പ്രിപ്പറേഷൻ to prepare them or to make them understand what all is happening there. Every household should know about this, and this conversation should be a complete non-judgmental, free conversation where you are not a parent, you are a listener. എന്നാലല്ലേ ആ കുട്ടിക്ക് കൺവേഴ്സ് ചെയ്യണമെന്ന് തോന്നുള്ളൂ. ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടിക്ക് അറിയാം റിയാക്ഷൻ. നേരത്തെ പറഞ്ഞില്ലേ ഉമ്മ പൊട്ടിത്തെറിക്കും മൊയ്തുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു റിയാക്ഷനാണ് എപ്പോഴും എല്ലാ വീടുകളിലും ഉള്ളത്. അത് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അങ്ങനത്തെ സൊസൈറ്റിയിൽ വളർന്നിരിക്കണം. ഞാനും അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇതൊക്കെ എൻ്റെ കുട്ടികൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. If you are scaring me, if you are giving me so much of fear, how will I open it up to you? So that means that ആ കോൺവെർസേഷനിൽ അവരെ ജഡ്ജ് ചെയ്യാതെ, അവരെ വഴക്ക് പറയാതെ, അവരെ കുറ്റപ്പെടുത്താതെ, ഇതൊരു നാണക്കേടായി പോയല്ലോ, അവരെ വിക്ടിം എന്ന രീതിയിൽ കോൺസ്റ്റൻ്റ്ലി ഫീൽ ചെയ്യിപ്പിക്കാത്ത രീതിയിലുള്ള കോൺവെർസേഷൻസ് വീടുകളിൽ ഉണ്ടാവണം. അത് വളരെ വളരെ അൺകംഫർട്ടബിൾ ആക്കും. എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഞാൻ പേരൻറ്റിങ് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യുന്ന ഒന്നാണ്. ഒരിക്കലും ഒരു ഗുഡ് പേരൻറ്റിങ്ങും ബാഡ് പേരൻറ്റിങ്ങും ഇല്ല, നല്ലതോ തെറ്റോ ഇല്ല. എവറി പേരൻറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അൾട്ടിമേറ്റ്ലി വാണ്ട്സ് ദ ചൈൽഡ് ടു ബി പ്രൊട്ടക്റ്റഡ്. അതിന് അവരെടുക്കുന്ന റൂട്ട് ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണെന്നുള്ളത് അവർക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ അവരത് ചെയ്യുന്നു. അവരുടെ കുഞ്ഞല്ല നമ്മുടെ കുട്ടി, ഞാനല്ല ആ പേരൻറ്റ്. അപ്പോൾ എവറി പാരൻറ്റിങ് ഇസ് ഡിഫറെൻറ്റ്. സോ ഒരിക്കലും ഒരു സൊസൈറ്റി എന്ന രീതിയിൽ ഇന്ന രീതിയിലേ പാരൻറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഇതിനിങ്ങനെ ജഡ്ജ് ചെയ്ത് ഇഫ് ദർ ഇസ് എ കപ്പിൾ ഹു ദേ ഡോണ്ട് വാണ്ട് ടു ഹാവ് ചിൽഡ്രൻ, you should be able to respect their choice, no? That they don't want to have children because it's their decision. So every choices should be respected. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ every parenting should be respected. And as a parent, I feel it is a long-term investment. There is no exit. There is just a കമ്മിറ്റ്മെൻറ്റ്, ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. ഒരു 20 വർഷം കഴിഞ്ഞിട്ട് മതി, എനിക്ക് മതി കേട്ടോ, ഇത് ഞാൻ നന്നായി വളർത്തിയിട്ടുണ്ട്, നിങ്ങൾ പൊക്കോളും പറയാൻ പറ്റില്ലല്ലോ. ഇത് ഐ ജസ്റ്റ് സെയിം വേർഡ്സ് ഐ ഹവ് ടോൾഡ് ഐ തിങ്ക് somewhere else as well. ഇന്നും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഐ ഗോ ബാക്ക് ടു മൈ പേരൻറ്റ്സ്. ഓടിയെത്തുന്ന അച്ഛനമ്മമാരുടെ അടുത്താണ്. സോ ഐ പേഴ്സണലി ഫീൽ ദ പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു കോൺസ്റ്റൻറ്റ് എക്സസൈസാണ്. അപ്പോൾ അതിനെ ആസ് എ സൊസൈറ്റി ഏറ്റവും രീതിയിൽ ജഡ്ജ് ചെയ്യാതെ, ക്വസ്റ്റ്യൻ ചെയ്യാതെ, ബുള്ളി ചെയ്യാതെ, അവരുടെ ചോയ്സിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ എപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് വേറൊരു ആളുടെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറിനെയോ അസാസിൻ ചെയ്യണ പോലെയാണ്. അയാളുടെ എക്സിസ്റ്റൻസിനെ ഷെയിം ചെയ്യുന്ന പോലെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം വെൻ യു സേ ഇറ്റ്സ് എൻ ഒപ്പീനിയൻ.
is your opinion an opinion, or is it, killing the spirit of another person? So that is so much like a blanket there on social media. So one way you can do is completely run away from it, but that is not possible because that is not where we are heading to, right? So second thing is be equipped, make our children equipped to it. To start off with that, tell them that you will make mistakes. As a parent, I have made terrible mistakes, so it is okay to make mistakes, but you should definitely be able to speak to us. You should definitely be able to transparently tell us what happened. എന്നാൽ മാത്രമാണ് ആ കോൺവെർസേഷൻസ് വരുമ്പോൾ ആ കോൺവെർസേഷൻസിൽ നിന്ന് അവർക്ക് മനസ്സിലാവും കുറേ കാര്യങ്ങൾ. അത് അവർ 10 കുട്ടികളോട് പോയി പറയും. ഈ കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അറിയോ, കുറേ കാര്യങ്ങൾ. വേർ half of the things the parents don't know, it never reaches the society because അത് അവരുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങണ കാര്യങ്ങളാണ്. So I feel as a society that's just something where we have to really, really, really work on. Where there is a bullying, stand up, fight it. I am not going to, make you feel like a victim. I'm not going to quit. And as a society, we should do it. അതിപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നില്ല. ഇപ്പം തന്നെ കാണാനുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. പോസ്റ്റ് കോവിഡ് ഇപ്പം ഇത് യങ് അഡൽട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ തന്നെയുള്ള യങ് പുതിയ പെൺകുട്ടികളുണ്ടല്ലോ, എത്രയോ പേര് ഷെയ്മിങ് ഇൻ വാട്ട് ഓൾ വേസ്. ഷെയ്മിങ് ഇൻ ദ ചോയ്സ് ഓഫ് ദ ക്ലോതിങ് ടു സ്റ്റാർട്ട് ഓഫ് വിത്ത്, ബിക്കോസ് അതൊരു കോമൺ തിങ് ആണല്ലോ ഇവിടെ എല്ലാം. ദെൻ choices of films, the choices of her, the way she's trying to express something, choices of her, ആ കുട്ടി പറഞ്ഞ തോട്ട്സ്, ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ കളിയാ എല്ലാം. അതൊരു വേറൊരാളുടെ ഡിസിഷൻസ് സംസാരിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സൊസൈറ്റിയാണ് ഇതെന്ന് വളരെ ക്ലിയർ ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഭൂരിപക്ഷവും മനസ്സിലാവുമ്പോൾ I don't know, I'm feeling a little overprotective about my children. But let them fight it. As a parent, I am trying my level best to get them equipped to fight for themselves and overcome it. And come what may, തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ആ കുട്ടിയോട് ചോദിക്കുന്നത്, ഇപ്പോൾ സ്കൂളിൽ പോയി വന്നാലും സ്കൂളിലത്തെ കോൺവെർസേഷൻസ് സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കേണ്ടത് ദൈവമേ, ഇറ്റ് ഇസ് ജസ്റ്റ് സോ, ബിക്കോസ് ആ കുട്ടിയുടെ ചിന്തയിൽ നിന്നും ആ കുട്ടിയുടെ വാല്യൂസ് ഉണ്ട് ആ കുട്ടിയെക്കുറിച്ച് തന്നെ. ദർ ഇസ് എ റെസ്പെക്ട് ഷീ ഗിവ്സ് ഹെർ സെൽഫ്. അതിലേക്ക് കടന്നു ചെന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആരെയും ആ കുട്ടിക്ക് തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും.